കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേട്ടങ്ങളും കോട്ടങ്ങളും പ്രചാരണായുധമായ ആലപ്പുഴയിൽ ടി.പി. വധവും സോളാർ വിവാദവുമെല്ലാം ചർച്ച ചെയ്യപ്പെട്ടു. രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുങ്ങിയ ആലപ്പുഴയിൽ പോളിംഗ് ദിനത്തിലും പ്രതീക്ഷ തെറ്റിയില്ല. ഉറച്ച വോട്ടുകൾ ഉച്ചയ്ക്ക് മുൻപ് തന്നെ പോൾ ചെയ്യാൻ മുന്നണികൾ മത്സരിച്ചപ്പോൾ 1 മണിയോടെ 48% പേർ വോട്ട് രേഖപ്പെടുത്തി. ഉച്ചയ്ക്ക് മന്ദഗതിയിലായ പോളിംഗ് 3 മണിയോടെ വീണ്ടും സജീവമായി. കാർമേഘം ഭീഷണി ഉയർത്തിയെങ്കിലും പോളിംഗ് 78.8%-ലെത്തി. അന്തിമ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ പോളിംഗ് ശതമാനത്തിൽ ഇനിയും വർധനവുണ്ടാകും. 78.6%-ആയിരുന്നു 2009-ലെ പോളിംഗ്. തീരദേശ മേഖലയിൽ പോളിംഗ് ശതമാനം കൂടിയത് ഗുണം ചെയ്യുമെന്ന് UDF കരുതുന്നു. കേരളത്തിലുടനീളം UDF തരംഗമാണ്. ആലപ്പുഴയിൽ വൻ വിജയം നേടും UDF. അരൂർ 81.7, ചേർത്തല 84, ആലപ്പുഴ 79.5, അമ്പലപ്പുഴ 77.1, ഹരിപ്പാട് 77, കായംകുളം 76.1, കരുനാഗപ്പള്ളി 76% എന്നിങ്ങനെയാണ് നിയോജക മണ്ഡലങ്ങളിലെ പോളിംഗ് നില. തുടക്കം മുതൽ വോട്ടർമാരിൽ ഉണ്ടായ ആവേശകരമായ പ്രതികരണം LDF-നും പ്രതീക്ഷ നൽകുന്നു. പൊതുരാഷ്ട്രീയവും അതുപോലെ തന്നെ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ അനുഭവങ്ങളുടെയും കൂടി അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു പ്രതികരണം ജനങ്ങളിൽ നിന്ന് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുന്നണി സംവിധാനം ഒന്നായി പ്രവർത്തിച്ചതും പാർട്ടി വോട്ടുകൾ മുഴുവൻ പോൾ ചെയ്യാനായതുമാണ് ഇടതുപക്ഷത്തിന് ആലപ്പുഴയിൽ പ്രതീക്ഷ നൽകുന്ന ഘടകം. അതേസമയം മണ്ഡലത്തിന് മുൻകാല ചരിത്രമാണ് UDF-ന് ആത്മവിശ്വാസം നൽകുന്നത്. അതിനാൽ തന്നെ അട്ടിമറിക്ക് സാധ്യതയില്ലെന്നും UDF ക്യാമ്പ് കണക്കുകൂട്ടുന്നു. മീഡിയ 1, ആലപ്പുഴ.